മുഖ്യമന്ത്രി എത്തുമ്പോൾ വീണ്ടും മലപ്പുറം പരാമർശം അത് സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് UDFിന്റെ തീരുമാനം. ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് UDF പോകുമ്പോൾ അത് എത്രത്തോളം മുഖവിലക്കെടുക്കുന്നുണ്ട് LDF ഈ ഘട്ടത്തിൽ? ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഏതൊക്കെ തരത്തിലാണ് പ്രതിരോധിക്കുന്നത്? ഇത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും അല്ലെങ്കിൽ ഒരു ക്ഷീണമാകുമെന്ന ഭയമുണ്ടോ ക്യാമ്പിന്? മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ വീണ്ടും UDF കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഒരു പരാമർശമാണ് അതിന് കാരണം. അങ്ങനെ വന്നാൽ വീണ്ടും നേരത്തെ ഇന്ന് രാവിലെ എം സ്വരാജൊക്കെ പറഞ്ഞതുപോലെ നേരത്തെ മലപ്പുറം വിഷയത്തിൽ എന്തായിരുന്നു UDFിൻ്റെ സമീപനം, എന്തായിരുന്നു മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കോൺഗ്രസ് ചെയ്ത നിലപാട്, ആരാണ് ഈ മലപ്പുറം വിരുദ്ധ റാലി നടത്തിയതെന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പറയേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇടതുമുന്നണി നൽകുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നാളെ ആരംഭിക്കുന്ന പ്രചരണ പരിപാടിയിലും ആ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ മറുപടി പറഞ്ഞു തന്നെ പോകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലെ അജണ്ട നിശ്ചയിക്കപ്പെടുന്നതും ആ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഈ പ്രചരണത്തോട് തന്നെയായിരിക്കും. നാളെ പ്രിയങ്ക ഗാന്ധിയും വരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രചാരക സാന്നിധ്യത്തിന് UDFിൻ്റെ കോൺഗ്രസിൻ്റെ മറുപടി. പ്രിയങ്ക ഗാന്ധി എന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ വനിതാ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. അവരുടെ ധാരമൂല്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറികടക്കാനാണ് UDFിൻ്റെ ശ്രമം. ഏതായാലും നാളെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിലുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് ചുങ്കത്തറയിലാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലി. മുഖ്യമന്ത്രി 4 മണിക്ക് ചുങ്കത്തറയിൽ പ്രസംഗിക്കും. പിന്നീട് 5 മണിക്ക് മുത്തയിടത്ത പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നു, അവിടെയും പ്രസംഗിക്കുന്നുണ്ട്. 14, 15 തീയതികളിലായി അദ്ദേഹം 5 പൊതുയോഗങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഇടതുമുന്നണിയുടെ മറ്റ് നേതാക്കളും ഈ യോഗങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് അമരമ്പലത്താണ് മുഖ്യമന്ത്രിയുടെ ഈ മണ്ഡലത്തിലെ അവസാനത്തെ പൊതുപരിപാടി. ഇതിനിടെ സ്വാഭാവികമായും പ്രധാനപ്പെട്ട വ്യക്തികളുമായും ഒക്കെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പാർട്ടി ഓഫീസിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് അവലോകനത്തിലും പങ്കെടുക്കും. ഏതായാലും മുഖ്യമന്ത്രിയുടെ വരവ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇടതുമുന്നണി കാണുന്നു. വികസനം എന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ, വിവാദങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. പ്രിയങ്ക ഗാന്ധിയിലൂടെയും KC വേണുഗോപാലിലൂടെയും ഒക്കെ മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും മറുപടി പറയാം. സർക്കാരിനെതിരായ വിഷയങ്ങൾ, ഭരണത്തിനെതിരായ വികാരമൊക്കെ അതിലൂടെ ആളിക്കത്തിക്കാമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. PV അൻവർ സജീവമായിരിക്കുന്നത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. കാരണം PV അൻവറിന് വേണ്ടി വലിയ വ്യാപകമായ വാഹന പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. നാളെ ഞായറാഴ്ച യൂസഫ് പठान MP ഇവിടേക്ക് വരുന്നുണ്ട്. അതോടുകൂടി PV അൻവറിൻ്റെ പ്രചരണവും മറ്റു തലത്തിലേക്ക് നീങ്ങും. PV അൻവറും വലിയ പ്രതീക്ഷ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുലർത്തുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ നിലപാടുകൾ വന്നതോടുകൂടി, ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണമൊക്കെ വന്നതോടുകൂടി ആ UDFിന് വോട്ട് ചെയ്യാൻ മടിക്കുന്നവരുടെ വോട്ട് കൂടി PV അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിൽ BJP സ്ഥാനാർത്ഥിയും പ്രചരണരംഗത്ത് സജീവമാണ്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ ആർക്ക് ഗുണമായി മാറുമെന്ന കാര്യമൊക്കെ തീർത്തും അപ്രവചനീയം മാറാൻ സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളുടെ കൂടി പ്രചരണം കൂടി വിലയിരുത്തുമ്പോൾ. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വിഷയം ഇവിടെ ചർച്ചാ വിഷയമായി വരുന്നത് ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവൃത്തി സമയത്തിൽ വരുത്തിയ മാറ്റമാണ്. അതിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തും ചൂടേറിയ ചർച്ചയായി മാറുന്നു എന്നതാണ് സാഹചര്യം. അധിക സമയ ക്രമീകരണത്തിൽ സമസ്ത എതിർപ്പ് അറിയിച്ചതോടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. ആരുടെയും മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ന്യൂസ് 18നോട് പ്രതികരിച്ചു. വിമർശനങ്ങൾ പരിശോധിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയതിനാലാണ് സമയമാറ്റം വേണ്ടി വന്നതെന്നും V ശിവൻകുട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനത്തിലുള്ള സമയം കളയാൻ വേണ്ടി പറ്റില്ല, അത് കൊടുത്താലേ പറ്റുള്ളൂ. അതിന് കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും വിശ്വാസത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തണമെന്നോ അസൗകര്യം ഉണ്ടാക്കണമെന്നോ യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹിന്ദു കുട്ടിയായിരുന്നാലും മുസ്ലിം കുട്ടിയായിരുന്നാലും ക്രിസ്ത്യാനി കുട്ടിയായിരുന്നാലും ഒരു മതവും ഇല്ലാത്ത വിദ്യാർത്ഥിയായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് അവന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്താലേ മതിയാവും. എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇത് കേസ് കൊടുത്തൊരു പരിഹാരം കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വിമർശനം ഇതുവരെ ആരും രേഖാമൂലം ഒരു പേപ്പറും തന്നിട്ടില്ല.
എങ്കിലും വന്നിട്ടുള്ള വിമർശനം സംബന്ധിച്ചും പരിശോധിക്കാം. പരിശോധിച്ചാലും അത് കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ അന്തിമമായി നമുക്ക് തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. സ്കൂൾ സമയമാറ്റത്തിൽ എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിച്ചാകും തീരുമാനമെന്ന് KT ജലീലും ന്യൂസ് 18നോട് പറഞ്ഞു. മുഖ്യമന്ത്രി എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും. സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്നും ജലീൽ ചോദിച്ചു. അല്ല, മുഖ്യമന്ത്രി ആ കാര്യം എല്ലാ വിഭാഗം ആളുകളുമായും സംസാരിക്കും. അത് രമ്യമായിട്ട് തന്നെ പരിഹരിക്കും. സമസ്തയുടെ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അതും കൂടി പരിഗണിച്ച് കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കണം എന്ന് രണ്ടുപേരോടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ കാര്യം മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെയും ഇക്കാര്യത്തിൽ അഭിപ്രായം എന്താണ് എന്ന് അറിയണം. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയോട് മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടു കൂട്ടരും അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് രമ്യമായിട്ടുള്ളൊരു പരിഹാരം അതിന് ആർക്കും വേദനയോ വിഷമമോ ഇല്ലാത്ത രൂപത്തിൽ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. VV അരുൺ ഒരിക്കൽ കൂടി ചേരുകയാണ് നമുക്കൊപ്പം. അരുൺ, എന്തായാലും ഈ സ്കൂൾ സമയമാറ്റത്തിൽ ഒരു കടുംപിടുത്തവുമില്ല, അത്തരത്തിൽ ഒരു ശാഠ്യവും ഇല്ലെന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ ഘട്ടത്തിൽ ഇത് കൂടുതൽ ചർച്ചാ വിഷയമായി മാറേണ്ട സാഹചര്യമില്ലല്ലോ. ഇവിടെ ഒരു തടസ്സമെന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നത് മാത്രമാണല്ലോ. അപ്പോൾ പിന്നെ അത് വലിയ രീതിയിൽ ഒരു വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്കോ ഒന്നും കടക്കുകയോ വലിയ രീതിയിൽ അവിടെ ഇനി ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? പറയാൻ കഴിയില്ല. കാരണം നിലമ്പൂരാണ്, മലപ്പുറമാണ്, ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വാഭാവികമായും നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത് സ്കൂൾ പഠന സമയമാറ്റത്തിന് സർക്കാർ നിർബന്ധമാകുകയായിരുന്നു. പ്രതിപക്ഷ അധ്യാപക സംഘടന, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യാപക സംഘടന കൂടി ആവശ്യപ്രകാരമാണ് കോടതി അത്തരം നിലപാടെടുത്തത്. കോടതി പറഞ്ഞിട്ടും സർക്കാർ അത് നടപ്പാക്കാൻ ആദ്യം മടിച്ചു. പക്ഷേ മറ്റു വഴികളില്ലാതെ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് സർക്കാർ അത് തീരുമാനത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത് തിരുത്തണമെങ്കിലും കോടതിയുടെ അനുമതി വേണം, കോടതിയുടെ തീരുമാനം വേണം. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. ആരുടെ മതവികാരവും വിശ്വാസവും വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ സർക്കാർ തയ്യാറാകില്ല. മുത്തുക്കോയ തങ്ങളുടെ നിലപാട് മുഖ്യമന്ത്രിയുമായി കൂടി സംസാരിച്ച ശേഷം അതിന് തീരുമാനം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം വെക്കാതെ വളരെ നിർണായകമാണ്. KT ജലീലൊക്കെ പറഞ്ഞു വെക്കുന്നത് മന്ത്രി ആരോപിച്ചതും പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം പ്രകാരമാണ് കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് പോയത്. അതുകൊണ്ട് അവരും നിലപാട് വ്യക്തമാക്കട്ടെ. ആ നിലപാട് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ തേടുന്നുണ്ട്, ഈ വിഷയത്തിലും തേടുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരുപക്ഷെ നിലപാട് വ്യക്തമാക്കിയിരിക്കും. എങ്ങനെയാണ് ഈ മദ്രസയുടെ പഠനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പുതിയ പഠന സമയമാറ്റത്തെ കോൺഗ്രസ് കാണുന്നതെന്നതിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം വളരെ നിർണായകവുമാണ്. അതിനുശേഷം ആ വിഷയം ചർച്ചയാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തെ അത് ഉയർത്തണോ എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസ് തീരുമാനമെടുക്കും. തീർച്ചയായും VV അരുണാണ് വിവരങ്ങളുമായി ചേർത്തത്. എന്തായാലും PDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അതിനിടയ്ക്കാണ് ഈ സമയമാറ്റം, സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അവിടെ ചർച്ചയായി വരുന്നത് എന്നുള്ളതാണ്. മതരാഷ്ട്രവാദം ഉയർത്തുന്നത് അപകടകരമായ കാര്യമെന്ന് KK ശൈലജ. വോട്ട് കിട്ടാൻ ആരെയും പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം CPM-നില്ല. വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം പരസ്യമായി ഉന്നയിച്ച അന്നു മുതൽ ആ ബന്ധം അവസാനിപ്പിച്ചെന്നും KK ശൈലജ ന്യൂസ് 18നോട് പറഞ്ഞു. മതരാഷ്ട്രവാദം അത് ലോകത്ത് എവിടെയായാലും അപകടമാണ്. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മതരാഷ്ട്രവാദം ഉയർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല സമീപനം. ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PDPയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് വിഷയം. കാരണം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന ആശയം ആര് പ്രചരിപ്പിക്കുന്നുവോ അവരെ കൂടെ നിർത്താൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അതുതന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പറഞ്ഞിങ്ങനെ വാദിക്കുന്ന ആളുകളല്ല, അങ്ങനെ വാദിക്കുന്നവരേ അല്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള ആരാധനയും സമ്പ്രദായങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൽ തെറ്റില്ല.